ചീനവരമലത്തെ വലയാണ് കേട്ടോ. കുറച്ച് കീറ്റൊക്കെ വീണായിരുന്നു. കീറ്റം തന്നെയല്ലേ നമ്മൾ പറയുക. കീറ്റൊക്കെ വീണായിരുന്നു. കണ്ണികൾ നമ്മളെങ്ങനെ കൂട്ടണേന്ന് ഞാൻ ഒന്ന് പഠിപ്പിച്ചു തരാം. ആദ്യം തന്നെ ആ കീറ്റ് വന്നാക്കണോടത്ത് ഇതായിട്ടുള്ള വശങ്ങളൊക്കെ ചെത്തിക്കളയുക. കണ്ടോ കേട്ടോ. ഇനി ഇത്രയും ഭാഗത്തെ കണ്ണികളാണ് ഇപ്പോൾ പോയേക്കണത്. കണ്ണികൾ ഇങ്ങനെയാണ് പുതിയതായിട്ട് കൂട്ടുന്നതെന്ന് നിലവിൽ ഇത്രയും തുളയുണ്ട് കേട്ടോ. കണ്ടോ. ചീനവലയുടെ വലയുണ്ട് കാണണം. കഴിഞ്ഞ ദിവസം ചെറുതായിട്ട് അവിടെ കയറിപ്പോയായിരുന്നു കണ്ണി കൂട്ടണത് കാണിക്കാം. ഇനിയുണ്ട് കുറേ കൂട്ടുകൾ. കണ്ടോ. ഇത്രയും വർഷം തൊള്ളായിട്ട് ഇറങ്ങിയതാണ്. ഇനിയുണ്ട് കാണുന്നുണ്ട്. വലയുടെയൊക്കെ ഊട്ട നമ്മൾ അടയ്ക്കണം. നമ്മളുടെ ഭാഷയിൽ ഞങ്ങളുടെ ഭാഷയിലൊക്കെ പറഞ്ഞ കീറ്റെന്ന് പറയും. വലകൾക്ക് തന്നെ ഊട്ടകളെ ചെറിയ ചെറിയ ഊട്ടകളെ കീറ്റെന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇനിയുണ്ട് ഒത്തിരി. ഇന്ന് കഴിഞ്ഞ ദിവസം അഴിച്ചതാണ്. ഇതിനൊക്കെ നിറച്ച് മുട്ടകളുണ്ട്. അതിൽ കൂടെയൊക്കെ മീൻ രക്ഷപ്പെട്ടു പോകും. അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഇതൊക്കെ. ഒരു കണ്ണി കൂട്ടി വരുന്നതൊന്ന് വ്യക്തമായിട്ട് കാണിക്കും. അടുത്തതിൽ വലിയ ഇവിടെ ഉള്ളതിന് മനസ്സിലാവുമല്ലോ ശരിക്കും. അങ്ങനെയുള്ളത് കാണിച്ചാൽ മതി. അവിടെ കുറേ വലകളുള്ള കാരണം അത് വ്യക്തമാവില്ല. ഒരു കണ്ണി കൂട്ടിയെടുക്കണത് അതിലുണ്ടെങ്കിൽ കാണിക്കണം കേട്ടോ. അത് എല്ലാവരും കൂടെ ആയിട്ട് വ്യക്തത കുറവാണ്. പഴയത് പുതിയത് ഈ ചീനവലയിലത്തെ വലയുണ്ടേക്ക് കിടക്കണേ. നമ്മളെപ്പോഴും കാണിക്കാറുള്ള ചീനവലയാണ് കാണുന്നത്. അതിനകത്ത് വലയുടെ ഊട്ടകൾ നടക്കുന്നതാണ്. റിപ്പയറിങ്.
ഇന്നത്തെ ഇനി വലയൽമാലത്തെ കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. വല അഴിച്ചിട്ടുണ്ട്. ഇത് പണിക്ക് വേണ്ടി ഇറക്കിയേക്കണേണ്. ഇനിയിപ്പോൾ വലയിൽ എന്താണ് കാഴ്ചകളെന്ന് നോക്കാം. ഇന്നത്തെ ദിവസത്തെ കാഴ്ചകളാണ് കേട്ടോ. എങ്ങനെയാണ് നോക്കാം. വല നിലവിൽ താത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ്. മീനൊന്നും ആയിട്ടില്ലെന്ന് തോന്നണം. ഒന്നുമേ കിടക്കില്ലേ. കാണാൻ പണ്ട് കാണാൻ നല്ല വലിപ്പമുള്ള കണമ്പാണ്. മുട്ടക്കണമ്പാണെന്നോ ഉള്ളത്. മുട്ടക്കണമ്പ് വല വലിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഒന്നും കാര്യമായിട്ടില്ല. ഇന്നത്തെ ലഞ്ചിന് വേണ്ടിയുള്ള മീൻ കട്ടിങ് കിടക്കുന്നുണ്ട്. ഞാൻ എന്തായാലും അത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ പുള്ളിക്കാരൻ ഇവിടെ തന്നെയാണ്. നമ്മുടെ വീഡിയോയിൽ പലതിലും കണ്ടിട്ടുണ്ട്. ഇവരുടെ കറിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ നുറുക്കിക്കൊണ്ടിരിക്കേണ്ട വറ്റയൊക്കെ അല്ലേ. ഇതിങ്ങനെ നുറുക്കി വെച്ചേക്കണതാണ്. ഇന്ന് ഉച്ചക്കലത്തെ കറിയല്ലേ. ഉച്ചക്കും വൈകുന്നേരത്തേക്കും വേണ്ടിയുള്ള കറിക്കുള്ളത് റെഡിയാക്കിക്കൊണ്ടിരിക്കണതാണ് കേട്ടോ. വറ്റ ഇത് പാലാങ്കണ്ണിയാണ് കേട്ടോ. പാലാങ്കണ്ണി നുറുക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരിക്കണം. നോക്കി പിടിക്കാവോ? പിടിച്ചോ. എന്തായി? പിടിച്ചോളൂ.